സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരദമ്പതികളാണ് അപർണ തോമസും ജീവ ജോസഫും. ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. കഴിഞ്ഞ ദിവസം പുതിയ ഫ്ളാറ്റിന്റെ ഹോം ടൂർ വീഡിയോ ഇരുവരും പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ അനാവശ്യ കമന്റുകളുമായി ചിലർ എത്തി. ജീവയ്ക്കും അപർണയ്ക്കും ഇടയിൽ പഴയൊരു കെമിസ്ട്രി കാണുന്നില്ലെന്നും എന്തൊക്കെയോ എവിടെയൊക്കെയോ മിസ്സിംഗ് തോന്നുന്നു എന്നുമാണ് പലരും കമന്റുകൾ ഇട്ടത്. എന്റെ കയ്യിലോട്ട് തടാ പന്നെ വഴുതനങ്ങ ഞാൻ എടുത്തോ. സാമ്പാറിൽ വരാ തക്കാളി, മുരിങ്ങയ്ക്ക. അതെവിടെ ഇല്ലടോ? അയ്യേ, നീ അവിടെ ഇരുന്നോ? ഞാൻ കിട്ടി. ട്രോളി കൊണ്ടുപോകണം, എവിടെ പോയാലും ട്രോളി കൊണ്ടുപോകണം. ഏയ്, ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ ട്രോളി ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് പോയി സാധനങ്ങൾ എടുത്തു വരാറുണ്ട്. മുരിങ്ങയ്ക്ക. അയ്യോ, താഴെ പോയി. അയ്യോ ചേച്ചി, രണ്ടെണ്ണം താഴെ പോയി. അയ്യോ, അതെന്താണ്? പിന്നെ ഇത്രയും മതിയാ? ഉരുളക്കിഴങ്ങ് ഇടുവോ? വേറെന്താ? മതി, എന്റെ സാമ്പാറിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ സാമ്പാറാണ്. ചേച്ചി വേറെന്തൊക്കെയാ സാമ്പാറിലിടാ? അത് ഉള്ളി സാമ്പാറിലാ ഉള്ളി ഇടാ. അപ്പൊ ഇതിലിടില്ല. ഇത് നോർമൽ സാമ്പാർ, പാവപ്പെട്ട വീട്ടിലെ സാമ്പാറാണ്. വേപ്പില ഇടുവോടാ? വേപ്പില ഇടും. കറിവേപ്പില. അയ്യോ, മല്ലിയില ഇടും സാമ്പാർ. എടുത്തു. ഇത്രയും ക്യാബേജ് ഇടില്ലല്ലോ സാമ്പാറിൽ? വേണ്ട, ക്യാബേജ് നമ്മുടെ സാമ്പാറിൽ വേണ്ട. സാമ്പാർ പറഞ്ഞു കൊടുക്ക, വേറെ എന്തൊക്കെയാ വേണ്ടേന്ന്. അപ്പൊ ആദ്യം എടുത്തത് എന്താ ജീവച്ചേട്ടാ? അത് എടുത്ത വഴുതനങ്ങ, ഇത് വേറെ വഴുതനങ്ങ. എന്റെ സാമ്പാർ പച്ചക്ക. അതാരാ പറഞ്ഞത്? ഇവിടെ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടു തരം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങ അത്രേ ഉള്ളൂ. ഉള്ളി ഇടില്ലേ ചേട്ടാ? ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? ഒരു മിനിറ്റ്. ചരിക്കോ. സുഖായോ? കഴിഞ്ഞില്ല. ഇപ്പൊ ട്രോളി കൊണ്ടുപോണം. ഇതിനാരും കൊണ്ടുപോകും. പിന്നെ അതിനിപ്പോ കൊണ്ടുവരും. അത് വേണ്ടേ? എന്നെ സൂപ്പർ മാർക്കറ്റിൽ ആദ്യമായിട്ട് കാണുന്ന ക്ലാസ് നോക്കി. ചാനലൊക്കെ കാണുന്നത് ചാടയുള്ളൂ. എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റിൽ സാമ്പാർ റെഡി. ഇനി കഷ്ണം മാത്രം മതിയോ? പൊടി. മിനറൽസ് ആൻഡ് മെറ്റൽസ് അല്ലല്ലോ. കിട്ടി. ട്രോളിങ് കൊണ്ടുപോ. ഇതിനെ കൊണ്ടോക്കോ, ഇതിനിവിടെ ഇരുത്തിയാൽ ശരിയാവില്ല. റിവേഴ്സിൽ പോവാണ്. അൽ റൈഡർ. അതല്ല നല്ലത്. ഇത് ചെയ്താലേ വീട്ടിലേക്ക് കഞ്ഞി വാങ്ങിക്കാൻ പറ്റും. ഇനി എന്താ വേണ്ടേ? മതിയോ സാമ്പാറിന്? ഇതില് ഉപ്പ് മുളക് എല്ലാം മിക്സാ. എന്നാ ബില്ല് ചെയ്തോ. ബില്ല് ചെയ്യണോ? ബില്ലൊക്കെ നിങ്ങളല്ലേ ചെയ്യണേ? ബില്ലുണ്ടോ ചേച്ചി? ഇനി നമുക്ക് പയ്യെ പോവാം. ചേച്ചിയുടെ പാട്ടൊക്കെ പക്ഷെ ഉണ്ടല്ലോ, അപർണ ചേച്ചി പ്രോ ആയിട്ടോ, നല്ല സൂപ്പർ ആയിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ ഞാനാണ് അതിലും വലിയ. ഇനി എന്തെങ്കിലുമൊക്കെ വേണോ? ഇനിയൊന്നും വേണ്ട. പരിപ്പ്. അയ്യോ, മെയിൻ സാധനം അതായിരുന്നു. ഞാൻ എങ്ങനെ എടുക്കൂടാ? ഇതെങ്ങനെ എടുത്ത് ഇതെല്ലാം പോകും. പാക്കറ്റിലെ പരിപ്പ് കിട്ടും. പാക്കറ്റിലെ പരിപ്പാ? പാക്കറ്റിലെ പരിപ്പ് എവിടെ? കുറച്ച് ഹെൽപ്പ് ഒക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എവിടെ? അവിടെ ഉണ്ടാ? ഇതെന്താണ് അടങ്ങിയിരിക്ക അവിടെ? അപർണ ചേച്ചി നല്ല കെയറിങ് വൈഫാ. നല്ല കെയർ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നെ. പരിപ്പ് എവിടെ? വയ്യാത്ത കുട്ടിയാ. ഇതല്ലടാ. എനിക്ക് ബംഗാൾ ഗ്രാം കിട്ടുമോ? എന്തോന്ന്? ബംഗാൾ സാമ്പാർ പരിപ്പ്.
ഓക്കെ ഇനി എന്താ ചെയ്യണം? ഇനി നമുക്ക് ബില്ല് ചെയ്യാം. ബില്ല് ചെയ്യാം. ജീവ ഇറങ്ങിക്കോ, ബില്ല് ചെയ്യാം. റെസ്റ്റ് എടുക്കണം. ഓക്കെ എന്നാ You നമുക്ക് deserve this, Jeeva, for what you did to me. Okay? You deserve this. ഓക്കെ ബില്ലിങ്ങിന്റെ അവിടെ കൊണ്ടുപോയി ഈ സാധനത്തിനങ്ങ് ഇറക്കിക്കോ. ഹായ്. Siju. ഞാൻ സൂപ്പർ മാർക്കറ്റ് കാണാൻ വന്ന. ഹായ്. ഞാൻ വേണേ ഹെൽപ്പ് ചെയ്യാൻ. ഹായ്. എത്താറായി നമ്മള്. ഹലോ. ഇത് തന്നെ വേണം. ഇത് തന്നെ ഇവിടെ വേണം. ഇവിടെ. നീ അനുഭവിക്കണം, നീ അനുഭവിക്കണം. ഹലോ. ഞാനിങ്ങനെ വീട്ടിലൊക്കെ ട്രോളി അയ്യോ, അതല്ലേ ബിൽ കൗണ്ടർ? ആ പക്ഷെ ഞാനൊന്ന് നിങ്ങൾക്കിടയിൽ പഴയ കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് കമന്റ് ചെയ്തത് ഡിലീറ്റ് ആക്കിയോ? എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഡിലീറ്റ് ആക്കിയത് കൊണ്ട് ശരിയാണെന്ന് തോന്നുന്നു. ഇത് ഇന്നത്തെയോ വീഡിയോ അല്ലേ? ഇപ്പോൾ ജീവയും അപർണയും ഒരുമിച്ച് കാണുന്നില്ലല്ലോ, പണ്ടത്തെ ഒരു വൈബ് ഇല്ലല്ലോ, വാട്ട് ഹാപ്പൻഡ് എന്നിങ്ങനെയാണ് കമന്റുകൾ. എന്നാൽ ഇതൊക്കെ തള്ളി ഇരുവരെയും പിന്തുണച്ച് നിരവധി ആളുകളാണ് കമന്റുകളും ലൈക്കുകളുമായി എത്തുന്നത്. പിരിഞ്ഞു എന്ന് കേട്ട് ഇവിടെ വന്ന് നോക്കിയവരുണ്ടോ എന്നും ഒരാൾ കമന്റ് ഇട്ടു. ജീവയും അപർണയും ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. ഇരുവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപർണയാണെങ്കിൽ മോഡലും മേക്കപ്പിൽ കൂടുതൽ കുറേ ബ്രാൻഡുകൾ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറും ഒക്കെയാണ്. എന്നാൽ ഇരുവരും വിവാഹമോചിതരാകുന്നു അല്ലെങ്കിൽ ഇരുവരും സെപ്പറേറ്റ് ആയി എന്ന് ആർക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനു മുൻപ് വിവാഹത്തെപ്പറ്റി, വിവാഹമോചനത്തിനെ പറ്റി ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ വിവാഹമോചിതരായി എന്ന വാർത്ത പല സ്ഥലങ്ങളിലും കാണാറുണ്ടെന്നും എന്നാൽ ഇതുവരെയും അങ്ങനെ ആയിട്ടില്ല എന്നും, അങ്ങനെ വിവാഹമോചിതരാവുകയാണെങ്കിൽ എല്ലാവരെയും അറിയിച്ച് മാത്രമേ ചെയ്യൂ എന്നും നല്ല അടിപൊളി കാർഡ് ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കമന്റ് സെക്ഷൻ ഓഫാക്കിയിടും. വേർപിരിഞ്ഞാലും ഞാൻ ചിലപ്പോൾ വേറെ കല്യാണം കഴിച്ചേക്കാം എന്നാണ് അപർണ പറയുന്നത്. വളരെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന താരങ്ങളാണ് അപർണയും ജീവയും. വിവാഹമോചനം ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല എന്ന് ജീവയും അപർണയും പറയുന്നു. ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വേർപിരിയുന്നത് തന്നെയാണ് നല്ലത്. എന്റെ അടുത്ത ബന്ധു വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനകം വേർപിരിഞ്ഞിരുന്നു. അത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു മുറിയിൽ റൂംമേറ്റ്സിനെ പോലെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അഭിനയിച്ച് ജീവിക്കണം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അത് രണ്ടുപേരുടെയും ലൈഫ് കളയുന്നതിന് തുല്യമാണെന്നും ഇരുവരും പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാകും. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സന്ദേശം കൊടുക്കാൻ കഴിയണം, ഹാപ്പി ലൈഫ് കാണിച്ചു കൊടുക്കണം, മാതൃകയാകണം എന്നൊക്കെയുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ലൈഫ് ആർക്കെങ്കിലും പ്രചോദനമാകുന്നുണ്ടെങ്കിൽ സന്തോഷം. അത് മറ്റുള്ളവരെ അസൂയപ്പെടുത്താൻ വേണ്ടി ഒന്നുമല്ല എന്നും ജീവയും അപർണയും പറയുന്നു. എന്താണെങ്കിലും ഇരുവരും വിവാഹമോചിതരായോ എന്നുള്ള ഒരു ആകാംക്ഷ ഇന്നും പ്രേക്ഷകർക്കുണ്ട്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്? ജീവയുടേതായ കുറേ തിരക്കുകളിലേക്കും അപർണ പലതരത്തിലുള്ള മേക്ക് ഓവറുകളിലേക്കൊക്കെ മാറിയപ്പോൾ രണ്ടുപേരും രണ്ട് ഫീൽഡിലോട്ടായി. രണ്ടുപേരും ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും ഇരുവർക്കും ഒന്നിച്ച സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റാതെയായി. അങ്ങനെയാണോ ഇവർ തമ്മിൽ അകൽച്ച വർദ്ധിച്ചത്? ഇപ്പോൾ അപർണയും ജീവയും സെപ്പറേറ്റ് ആയിട്ട് തങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടെങ്കിലും അപർണയ്ക്കൊപ്പമുള്ള ഒറ്റ ചിത്രം പോലും കുറേ നാളുകൾക്കിടയിൽ ജീവ പങ്കുവച്ചിട്ടില്ല. തിരിച്ച് അപർണയും ജീവിക്കൊപ്പമുള്ള ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാറില്ല.